ഹലോ വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോണേ. അപ്പോൾ ഇപ്പോൾ ഒരു കുർത്തിയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്, ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തി തയ്ക്കാൻ നമുക്ക് എന്തൊക്കെ മെഷർമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഗാർമെൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് വേണം, അതാണ് ഫസ്റ്റ് തിങ്. രണ്ടാമത്തത് നമുക്ക് എന്ത് വേണം, ഷോൾഡർ മെഷർമെൻറ്റ് വേണം. ഓക്കെ, ഇനി തേർഡായിട്ട് നമുക്ക് ആം ഹോള് വേണം. പിന്നെ ആം ഹോള് കഴിഞ്ഞ് പിന്നെ സ്ലീവിൻ്റെ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടത് സ്ലീവ് ലെങ്ത്ത്, കഴിഞ്ഞ് പിന്നെ ബൈസെപ്സ് എടുക്കും കേട്ടോ. നമ്മൾ ബൈസെപ്സ് എടുക്കുക പറഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ മസിലില്ലേ, കയ്യിൽ ഏറ്റവും തടി കൂടിയ ഭാഗത്തിൻ്റെ റൗണ്ട് മെഷർമെൻറ്റ് ബൈസെപ്സ് എടുക്കും. പിന്നെ സ്ലീവ് ഓപ്പൺ റൗണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ട മെഷർമെൻറ്റ് ചെസ്റ്റ് മെഷർമെൻ്റ് ആണ്. ഞാൻ ചെസ്റ്റ് മെഷർമെൻറ്റ് എടുക്കും, ബസ്റ്റ് മെഷർമെൻറ്റ് എടുക്കും, പിന്നെ അണ്ടർ ബസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതിയത് എന്താ വെച്ചാൽ നമുക്കിങ്ങനെ താഴെ നേരെ എഴുതി പോകാമല്ലോ. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എടുക്കുക മിഡ് വേസ്റ്റ് ലെങ്ത്ത് എടുക്കും. മിഡ് വേസ്റ്റ് ലെങ്ത്തിന് തന്നെ നമുക്ക് ഷേപ്പ് ലെങ്ത്ത് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഇപ്പം ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ട് കാണിക്കാം കേട്ടോ. ഷേപ്പ് ലെങ്ത്ത് എടുക്കണം, ഷേപ്പ് റൗണ്ടും എടുക്കും നമ്മൾ. ഇപ്പോൾ നമ്മളൊരു യോക്ക് കുർത്തിയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ യോക്ക് എത്ര വരെ വേണമെന്ന് ഡിസൈഡ് ചെയ്യണ ഭാഗമാണ് നമ്മുടെ മിഡ് വേസ്റ്റ്. അതായത് ഇപ്പോൾ നോർമലി ഒരു 13.5-14 ഒരു ആവറേജ് ഹൈറ്റുള്ള ഒരാളുടെ ഷേപ്പ് ലെങ്ത് ആയിട്ട് വരിക. അപ്പോൾ അവിടുത്തെ റൗണ്ട് മെഷർമെൻറ്റ് നമ്മളെടുക്കും, ആ ലെങ്ത്ത് നമ്മളെടുക്കും. ദെൻ നമുക്ക് വേണ്ടത് ഷോൾഡർ തൊട്ട് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ആകുമ്പോൾ ഷോൾഡർ തൊട്ട് സ്ലിറ്റ് വരെയുള്ള അളവ് എത്രയാണെന്നുള്ളതും നമ്മൾ നോക്കും. ഷോൾഡർ ടു സ്ലിറ്റ് എത്രയാണ് നോക്കും. ദെൻ ഹിപ്പ് റൗണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു 19 ആണെങ്കിൽ 19 ഇഞ്ച്, ഷോൾഡറിന് താഴേക്ക് 19 ഇഞ്ചാണെങ്കിൽ ആ 19 ഇഞ്ചിൽ എടുക്കുന്ന റൗണ്ട് മെഷർമെൻ്റ് ആണ് ഹിപ്പ് റൗണ്ട് എന്നുള്ള അളവ്. അതായത് നമ്മൾ ഹിപ്പ് പോർഷനിലാണല്ലോ സ്ലിറ്റ് കൊടുക്കുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ട മെഷർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലിറ്റിൻ്റെ വിഡ്ത്ത്, അത് നമുക്ക് ഈ തയ്ച്ച ഡ്രസ്സിൽ നിന്ന് തന്നെ കിട്ടും, അതെടുക്കാം. പിന്നെ നെക്കിൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നെക്ക് വിഡ്ത്ത് എടുക്കണം. യൂഷ്വലി 3.5 നമ്മൾ എടുക്കുക. ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സൈസ് എന്നുള്ള രീതിയിൽ 3.5 എടുക്കും. 3.5 എടുക്കാം. പിന്നെ ബോട്ട് നെക്ക് അല്ലെങ്കിൽ വളരെ വൈഡായിട്ട് കസ്റ്റമറിൻ്റെ ചോയ്സിനനുസരിച്ച് നമ്മൾ എടുക്കുക. പിന്നെ നെക്ക് ലെങ്ത്ത് എടുക്കണം. നെക്ക് ലെങ്ത്ത് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് എടുക്കുക. അത് രണ്ടും ഒരേപോലെ തയ്ക്കുന്നവരുണ്ട്, അതൊക്കെ ചോയ്സാണ് കേട്ടോ. ബാക്ക് നെക്ക് ലെങ്ത്ത്, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഒക്കെ അത് കസ്റ്റമറുടെ ചോയ്സിനനുസരിച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. തുണി അല്ലെങ്കിൽ നമുക്ക് തയ്ച്ചൊരു സംഗതിയിൽ നിന്ന് എങ്ങനെയാണ് എടുക്കണേന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ മെഷർമെൻറ്റാണ് ഏകദേശം നമുക്ക് ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണ്ടത്. വളരെ കുറച്ച് മെഷർമെൻറ്റ്സ് മാത്രം എടുക്കുന്നവരുണ്ട് കേട്ടോ, അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ പക്ഷേ ഒരളവ് കിട്ടുമ്പോൾ മാക്സിമം ആക്യുറേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പരമാവധി മെഷർമെൻറ്റ് എടുക്കാറുണ്ട്. ബെല്ലി റൗണ്ട് എടുക്കാം നമുക്ക്. ഇപ്പോൾ കുറച്ച് വയറൊക്കെ ഉള്ള ആളുകളാണ്, കുറച്ച് ഒരു ഹെൽത്തി സൈഡായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബെല്ലി റൗണ്ട് മെഷർമെൻറ്റ് എടുത്താൽ നല്ലതാണ്. പിന്നെ ഓരോരുത്തരുടെ ബോഡി സ്ട്രക്ചർ നമ്മൾ നോക്കണം, അതിനനുസരിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, നമുക്കിനി തുണി ഒരു ഡ്രസ്സിൽ നിന്ന് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നോക്കാം. നമുക്ക് നല്ല സൈഡ് ഇട്ടിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഉൾഭാഗം ഇട്ടിട്ട് അങ്ങനെയാണെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ നല്ല സൈഡ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ, സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഇനി ലൂസിങ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കിട്ടിയ മെഷർമെൻറ്റ് എത്രയാണോ അത് എഴുതിയാൽ മതി. പ്ലസ് നമുക്ക് സീം അലവൻസ് വേണം. അതല്ലാതെ ഇപ്പോൾ നമ്മൾ നോർമലി അളവെടുക്കുമ്പോൾ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ടേപ്പ് വെച്ചിട്ട് ബോഡിയിൽ നിന്ന് എടുത്തു, അപ്പോൾ ഒരു 36 ആണ്. അപ്പോൾ നമ്മൾ 36 എന്നുള്ളതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസിങ് കൊടുക്കും, പിന്നെ ഒരു 2 ഇഞ്ച് സീം അലവൻസും കൊടുക്കും. അങ്ങനെയല്ല എടുക്കുക. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത ഗാർമെൻറ്റിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ലൂസിങ് കൊടുക്കേണ്ട, കാരണം അത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അളവാണല്ലോ നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ലൂസിങ് വേണ്ട, സീം അലവൻസ് മാത്രം കൊടുത്താൽ മതി കേട്ടോ. എങ്ങനെ എടുക്കണമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക്
തന്നിട്ടുള്ള അളവ് ഡ്രസ്സ്, അതായത് മെഷർമെൻ്റ് എടുക്കുന്ന ഡ്രസ്സ് 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോട്ടൻ്റെ ഒക്കെ ആണെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് ചുളിവൊന്നും ഇല്ലാതെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് നമുക്ക് കൃത്യം മെഷർമെൻറ്റ്സ് കിട്ടുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫുൾ ലെങ്ത് എടുക്കണം. ഫുൾ ലെങ്ത് എടുക്കുക പറഞ്ഞൊന്നുമില്ല, ഈ ഷോൾഡർ തൊട്ട് ഡ്രസ്സിൻ്റെ താഴെ വരെയുള്ള അളവ് നിവർത്തിയിട്ട് എടുക്കുക. എനിക്കിപ്പോൾ വീഡിയോയിൽ കാണിക്കാനായിട്ട് ഫുൾ ലെങ്ത് എടുക്കുന്നത് കാണിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ വലിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 42 ഇഞ്ചസ് ആണ് കേട്ടോ, ഈ ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത്ത്. അപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്ത് ഇവിടെ മാർക്ക് ചെയ്യാം. 42 ആണ് നമുക്ക് വേണ്ടത്. നെക്സ്റ്റ് ഷോൾഡർ മെഷർമെൻ്റ് ആണ്. ഷോൾഡർ മെഷർമെൻ്റ് എടുക്കാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിങ്ങനെ വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ കട്ടിങ് മാറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പമാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ അടുത്തും കട്ടിങ് മാറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഒരു സ്കെയില് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണേ. ഒരു സ്കെയിൽ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ എൻഡുന്നുണ്ടല്ലോ, സ്കെയിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കണം കേട്ടോ, കറക്റ്റായിട്ട് വെക്കണേ. സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഇവിടെ വരെയുള്ള മെഷർമെൻറ്റ് കണ്ടോ. എൻ്റെ ഷോൾഡർ മെഷർമെൻറ്റ് 6 ഇഞ്ചാണ്. 6. അപ്പോൾ നമ്മൾ തുണിയിലേക്ക് വരയ്ക്കുമ്പോൾ 1/2 ഇഞ്ച് 6 ഇഞ്ചാണ്. 1/2 ഇഞ്ച് സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഷോൾഡർ മെഷർമെൻറ്റ് നമുക്ക് 6.5 മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആം ഹോള് നമ്മൾ ഈ 6.5 തന്നെയാണ് എടുക്കുക. ഇഞ്ചസിലാണ് എല്ലാം എടുക്കുന്നത് കേട്ടോ. ഇനി സ്ലീവ് ലെങ്ത് എടുക്കാനായിട്ട് എളുപ്പമാണ്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. ഇതിന് അങ്ങനെ സ്കെയിലൊന്നും വെക്കണമെന്നൊന്നുമില്ല. നാല് ഇഞ്ചാണ് ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് വരുന്നത്. നമ്മൾ മാർക്ക് ചെയ്തു 4 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത്. ഇതിൻ്റെ ബൈസെപ്സ് ഇതിപ്പോൾ എടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല, കാരണം ഇത് ചെറിയ സ്ലീവാണ്. ബൈസെപ്സിലായിരിക്കും ഈ സ്ലീവ് ഓപ്പൺ വരിക. ഇപ്പോൾ സ്ലീവ് ഓപ്പൺ റൗണ്ട് നമ്മൾ എടുക്കുക. സ്ലീവ് ഓപ്പൺ റൗണ്ട് നോക്കുമ്പോൾ 5.5 കേട്ടോ വരുന്നത്. 5.5 എന്ന് പറയുമ്പോൾ 11 വരും. ടോട്ടൽ റൗണ്ട് മെഷർമെൻറ്റ് 11 വരും. നമ്മൾ 5.5 4.1 നമ്മൾ ഇങ്ങനെ സ്ലീവ് മാർക്ക് ചെയ്യുമ്പോൾ പകുതിയല്ലേ മാർക്ക് ചെയ്യുക. അപ്പോൾ 5.5 എഴുതുന്നുണ്ട്. നെക്സ്റ്റ് ഇനി നമുക്ക് എടുക്കേണ്ടത് ഇതിൻ്റെ ചെസ്റ്റ്, ബസ്റ്റ്, അണ്ടർ ബസ്റ്റ്, ഷേപ്പ് ലെങ്ത്ത്, ഷേപ്പ് റൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ആക്കിയിട്ട് മടക്കിയിട്ടിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശരിക്കും നിവർത്തിയിട്ടിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയാവും. അതിൻ്റെ ഹാഫ് എടുത്താൽ മതി. അപ്പോൾ ഇതാവുമ്പോൾ തുണിയിലേക്ക് ഇതേ മെഷർമെൻറ്റ് തന്നെ നമുക്ക് നോക്കിയിട്ട് വരയ്ക്കാമെന്ന് മാത്രം. അപ്പോൾ ആംപിറ്റ് ടു ആംപിറ്റ് അല്ലേ. ഇപ്പോൾ ജസ്റ്റ് ഇതാ ഈ കൈക്കുഴിയുടെ താഴെ ഞാൻ ടേപ്പ് വെച്ചിട്ട് ഈ അറ്റം വരെ പിടിക്കുക. നന്നായിട്ട് കറക്റ്റ് ചെയ്തിട്ട് പിടിക്കണം കേട്ടോ. അപ്പോൾ എനിക്കിത് 9 കിട്ടുന്നത്. ശരിക്ക് നിവർത്തിയിട്ട് കൊടുക്കണേ. കോട്ടൻ്റെ തുണിയൊക്കെയാണ്, ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തതിന് ശേഷം എടുക്കുക. നിവർത്തി വെച്ചിട്ട് എടുക്കണമെങ്കിൽ നിവർത്തി വെച്ചിട്ട് എടുത്തോളൂ കേട്ടോ. അപ്പോൾ 9 എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ 36 ചെസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ 9 മാർക്ക് ചെയ്യുക നമ്മൾ. അത് കഴിഞ്ഞ് ബസ്റ്റ് മെഷർമെൻറ്റ് കുറച്ച് ഒരു 2 ഇഞ്ചോളം താഴ്ത്തിയിട്ട് എടുക്കുന്ന മെഷർമെൻറ്റാണ് ബസ്റ്റ്. അപ്പോൾ അത് വരുന്നത് 8.75 9 8.75. അണ്ടർ ബസ്റ്റ് വരുമ്പോൾ പിന്നെ ഒരു 2 ഇഞ്ചും കൂടെ താഴത്തേക്ക് ആക്കുക. 8.5 ഇല്ല, 8 കഴിഞ്ഞിട്ടൊരു 3 പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വരെ 36, ഇവിടെ ഒരു 35 വരും. ഇത് 34.5 അല്ലെങ്കിൽ 33.75 ആ ഒരു രീതിയിലാവും കേട്ടോ ഇത് വരണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഷോൾഡറിൽ നിന്ന് ഷേപ്പ് വരെയുള്ള ലെങ്ത്ത്, അതായത് ഷോൾഡറിൻ്റെ ഈ ഒരു ടിപ്പിൽ ടേപ്പ് വയ്ക്കുക. ദെൻ ഷേപ്പ് ഇവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ ഷേപ്പ്. അപ്പോൾ 13.5 കേട്ടോ മിഡ് ഷേപ്പ് ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇനി 13.5 ഉള്ള റൗണ്ട് മെഷർമെൻറ്റ് നമുക്ക് വേണം. ഓക്കെ, ഇവിടെ ഇങ്ങനെ കറക്റ്റ് ടേപ്പ് വെച്ച് കഴിഞ്ഞാൽ 7.5 കഴിഞ്ഞ് 7.75 ഉണ്ട് കേട്ടോ ഷേപ്പ് റൗണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്യുക.
അപ്പോൾ ആക്ച്വലി നമ്മളൊരു ഫിഗർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. 36, 35, 33 എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ മാർക്ക് ചെയ്ത വീഡിയോ കട്ടായി പോയതാണ്. ഷേപ്പ് ലെങ്ത്ത് 13.5 നമുക്ക് കിട്ടി. ഷേപ്പ് റൗണ്ട് എത്രയാണ് നമ്മുടെ വന്നത്? ഷേപ്പ് റൗണ്ട് എത്രയായിരുന്നു? 7.25. ഇനി ഷോൾഡറിന്ന് സ്ലിറ്റ് വരെയുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യണം കേട്ടോ. സ്ലിറ്റ് പൊസിഷൻ അറിയണ്ടേ? ഷോൾഡറിന്ന് സ്ലിറ്റ് ഇതാ, ഇവിടെയാണ് ഇതിൻ്റെ സ്ലിറ്റ് വരണേ. അപ്പോൾ ഇതാ 19 ഈ സ്ലിറ്റിൻ്റെ മാർക്കില്ലേ, അതെവിടെയാണ് വരണേ നോക്കൂ കേട്ടോ. ഓക്കെ, 18.5 കാണുന്നുണ്ടോ? സ്ലിറ്റ് വരുന്നത് 18.5 ഇഞ്ചിലാണ് കേട്ടോ. ഈ സ്ലിറ്റ് വരുന്നതിന് ഈ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പിടിക്കുന്ന മെഷർമെൻ്റാണ് നമ്മുടെ ഹിപ്പ് റൗണ്ട്. അപ്പോൾ ഇതെനിക്ക് 9.25 വരുന്നത്. ഓക്കെ, ഇനി കാണിച്ചു തരാം. ഈ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് വരുന്നത് 9.25 കേട്ടോ. അപ്പോൾ 38-നും കൂടുതലാണ് ഹിപ്പ് റൗണ്ട് വരിക. നമ്മൾ റൗണ്ട് മെഷർമെൻറ്റ് ഇവിടെ എഴുതണ്ട, ഇതന്നെ എഴുതിയാൽ മതി. ഹിപ്പ് റൗണ്ട് വരുന്നത് 9.25. ഇനി സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എങ്ങനെയാണ് എടുക്കുക? ഈ ഒരു പോയിന്റിൽ ടേപ്പ് വയ്ക്കുക. ദെൻ ഇവിടെ വരെ സ്ലിറ്റ് വിഡ്ത്ത് വരുന്നത് 11 കേട്ടോ. അപ്പോൾ സ്ലിറ്റ് വിഡ്ത്ത് ഹാഫ് 11, മൊത്തം 22 വരുന്നുണ്ടോ. 11 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നെക്ക് വിഡ്ത്ത്, നെക്ക് ലെങ്ത്ത്, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത്, ബാക്ക് നെക്ക് ലെങ്ത്ത് അതൊക്കെയാണ്. അപ്പോൾ നെക്ക് വിഡ്ത്ത് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഷോൾഡർ മെഷർ ചെയ്ത അതേപോലെ തന്നെ വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ടേബിൾ കട്ടിങ് മാറ്റ് ആയതുകൊണ്ട് അതിൻ്റെ സ്ക്വയേഴ്സിന് ഒരു അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എടുക്കാനായിട്ട് എളുപ്പമുണ്ട്. നിങ്ങൾക്ക് സ്കെയിലാണ് ഉള്ളത് വെച്ചാൽ സ്കെയിൽ വയ്ക്കുക. ഒന്നിങ്ങനെ കറക്റ്റായിട്ട് സ്കെയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നെക്കിൻ്റെ ഈ തയ്യൽ തുമ്പ് വരെ ഇവിടെയുള്ള ഈ ടൈപ്പ് വന്നിരിക്കുന്ന വരെയുള്ള അളവ്. ഇപ്പോൾ എൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയണത് 3 ഇഞ്ചാണ് കേട്ടോ. ഓക്കെ, ഈ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം കേട്ടോ. 3 ആണോ 3.5 ആണോ? ഇത് 3.5 ഉണ്ടാവും. ഓക്കെ, 3 അല്ല 3.5 വരണത് കേട്ടോ. കാണുന്നുണ്ടോ? നെക്ക് വിഡ്ത്ത് വന്ന് 3.5 ഇഞ്ച്. ഇഞ്ചിലാണ് എല്ലാ മെഷർമെൻറ്റ് എടുക്കുന്നത്. നിങ്ങൾ ഇതർ സെൻറ്റിമീറ്ററിലോ ഇഞ്ചസിലോ മെഷർമെൻറ്റ്സ് എടുക്കുക. ഇഞ്ചസിലാണ് യൂഷ്വലി എപ്പോഴും എടുക്കാറുള്ളത് കേട്ടോ. ഇനി നെക്ക് ഡെപ്ത്ത്, ഇത് ഫ്രണ്ട് നെക്ക് ഡെപ്ത്ത്, ബാക്ക് നെക്ക് ഡെപ്ത്ത് നമുക്ക് വേണ്ടേ. അപ്പോൾ ഇതാണ് ഷോൾഡറിൻ്റെ ഈ പോയിൻറ്റ്. ആ പോയിൻറ്റിൽ നിന്ന് കാണുന്നുണ്ടോ? ഇതാണ് ഷോൾഡർ പോയിൻറ്റ്. ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചും ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് കാണുന്നുണ്ടോ? ഇതാണ് ഫ്രണ്ട് നെക്കിൻ്റെ ലൈൻ. ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് ഇതെവിടെ ടേപ്പ് വെച്ചോളൂ. ഇവിടെ വയ്ക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇത് 2 ഇഞ്ചിലാണ് ഈ പോയിൻറ്റ് വന്നിട്ടുള്ളത്. ബാക്ക് നെക്കിൻ്റെ പോയിൻറ്റ് വന്നിട്ടുള്ളത് എത്രയിലാണ്? 5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത്. 5 ഇഞ്ചിൽ ഒരു പോയിൻറ്റ് കൂടുതലുണ്ട്. ബാക്ക് നെക്കിൻ്റെ 2 ഇഞ്ചിനേക്കാൾ ഒരു പോയിൻറ്റ് കൂടുതലുണ്ട് കേട്ടോ.
അപ്പോൾ ഓക്കെ, റഫ്ലി നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത്ത് 2 ഇഞ്ച്, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5 ഇഞ്ച് എന്ന് എഴുതാം. ബെല്ലി റൗണ്ട് ഞാനതിൽ എഴുതുന്നില്ല. കുറച്ച് നല്ല തടിയുള്ള ആളുകളാണെങ്കിൽ ബെല്ലി റൗണ്ടും കൂടെ നിങ്ങൾ മെഷർ ചെയ്തോളൂ. അപ്പോൾ ഫിറ്റിങ് നന്നായിട്ട് വരാനായിട്ട് ഹെൽപ്പ് ആവും കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താ വെച്ചാൽ ഈ മെഷർമെൻറ്റ്സ് നമ്മൾ ഇപ്പോൾ എല്ലാ മെഷർമെൻറ്റ്സും നമുക്ക് വേണ്ട മെഷർമെൻറ്റ്സൊക്കെ നമ്മൾ എഴുതിയെടുത്തു. ഇനി നമ്മൾ തുണിയിലോട്ട് വരയ്ക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി ഈ സൈഡിൽ വരയ്ക്കാൻ നമ്മളെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നമ്മൾ തുണിയിൽ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് സപ്പോസ് ഇങ്ങനെയാണ് ക്ലോത്ത് കിടക്കണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ആദ്യം 1/2 ഇഞ്ച് ഇവിടെ സീം അലവൻസ് വിടും. ദെൻ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എനിക്ക് തോന്നുന്നു 42 ഇഞ്ചാണ്. 42 ഇഞ്ച് താഴത്ത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1 ഇഞ്ച് വിട്ടേക്കും കേട്ടോ. ആദ്യം ഇങ്ങനെ. അപ്പോൾ നമുക്ക് മൊത്തം ടോട്ടൽ ഈ തുണിയുടെ ലെങ്ത്ത് വരുന്നത് എത്രയാണ്? 43.5 ഇഞ്ച് വേണം ലെങ്ത്ത് നമുക്ക് തയ്ച്ച് പോകാനും കൂടെ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഷോൾഡർ വന്ന് 6.5 ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6.5 മാർക്ക് ചെയ്തു. അത് തന്നെ ആം ഹോൾ മാർക്ക് ചെയ്തു, 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് ആം ഹോൾ കർവ് വെച്ചിട്ട് ആം ഹോൾ മാർക്ക് ചെയ്തു. ദെൻ ചെസ്റ്റ് ബസ്റ്റ് 36, 35, 33 ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് ടേപ്പ് വെച്ചിട്ട് അളന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം കേട്ടോ. കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 ഇഞ്ചിൻ്റെയൊക്കെ ഒരു ബാലൻസാണ് ഇത് വരിക. ദെൻ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ടു മിഡ് വേസ്റ്റ്, അതാണ് നമ്മുടെ 13.5. ആ 13.5-ലുള്ള റൗണ്ട് മെഷർമെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. എത്രയാണ് ഷേപ്പ് റൗണ്ട് എടുത്തിട്ടുള്ളത്? 7.25 കേട്ടോ. ഇത് ഞാൻ 36, 35, 33 എഴുതിയത് ഫുൾ റൗണ്ട് മെഷർമെൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ 4/1 ഇവിടെ എഴുതേണ്ടത്. 4/1 എന്ന് പറയുമ്പോൾ ചെസ്റ്റ് ബസ്റ്റ് ഇത് ഫുൾ റൗണ്ട് മെഷർമെൻ്റ് ആണ് ഞാൻ എഴുതിയത്. നിങ്ങളിവിടെ 4/1 മാർക്ക് ചെയ്യുക കേട്ടോ. 36, 35, 33 എല്ലാം മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ 7.25 മാർക്ക് ചെയ്യുക. ദെൻ അടുത്ത മെഷർമെൻറ്റ് നമ്മുടെ എവിടെയാണ് വരുന്നത്? ഇവിടെ ഹിപ്പ് ഷോൾഡർ ടു സ്ലിറ്റ്, പിന്നെ അവിടുത്തെ റൗണ്ട് മെഷർമെൻറ്റ് ഷോൾഡർ ടു സ്ലിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഷോൾഡർ തൊട്ട് സ്ലിറ്റ് വരെയുള്ള മെഷർമെൻറ്റ് നമുക്ക് 18.5 എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ 9.25 നമ്മൾ ഹിപ്പ് റൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ ഇവിടെ 11 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കട്ട് ചെയ്യുന്ന സമയത്തേക്ക് ഇവിടെ നമ്മൾ കുറച്ച് ഇങ്ങനെ ചെരിച്ചു കൊടുക്കും, ഇത് തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്ക് ഞാൻ തുണിയിൽ മാർക്ക് ചെയ്യാറില്ല, ഞാൻ ക്യാൻവാസിലാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യണത്? ക്യാൻവാസ് മടക്കിയിട്ടിട്ട് ഇങ്ങനെ ഇപ്പോൾ ക്യാൻവാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത്, താഴത്തേക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് ഇപ്പോൾ 2 ഇഞ്ചാണെങ്കിൽ തയ്ച്ച് പോകാനുള്ളത് കൂട്ടിയിട്ട് 2.5 എടുക്കും. എന്നിട്ടൊരു ബോക്സ് വരയ്ക്കും, എന്നിട്ട് അതിന് ഷേപ്പ് കൊടുക്കും. ഇത് ബാക്ക് നെക്ക്. ഫ്രണ്ട് നെക്ക് പറയുമ്പോൾ വീണ്ടും ക്യാൻവാസ് ഇങ്ങനെ മടക്കിയിട്ടിട്ട് 3.5 ഇഞ്ച്, 5 ഇഞ്ച് ഡെപ്ത്ത് വേണം തയ്ച്ച് പോകാനുള്ളതും കൂട്ടിയിട്ട് 5.5 എടുത്തു. 5.5 നമ്മൾ എടുക്കും, എന്നിട്ട് ഒരു ബോക്സ് ആക്കും. ഇവിടെ നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പ് കൊടുക്കും കേട്ടോ. പിന്നെ അതിൽ അഡീഷണലായിട്ട് പറഞ്ഞു തരാനുള്ളത് സ്ലീവ് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ നമ്മുടെ സ്ലീവ് 6.5 നമ്മൾ എന്തെടുത്തിട്ടുള്ളത്? ആം ഹോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ സ്ലീവിൻ്റെ ഹൈറ്റ് ആദ്യം നോക്കണം. ഹൈറ്റ് എത്രയാണ്? 4 ഇഞ്ചല്ലേ. അപ്പോൾ നമ്മൾ ഒരു തുണി ഇങ്ങനെ മടക്കിയിടുമ്പോൾ ആദ്യം ഇവിടെ തയ്ച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇട്ടേക്കും. അത് കഴിഞ്ഞ് 6.5 ഇഞ്ച് കൈക്കൂടി എത്രയാണോ എടുത്തിട്ടുള്ളത് അത് തന്നെ. പിന്നെ അതിനെത്ര സീം അലവൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്? 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ സീം അലവൻസ് 2 ഇഞ്ച് വേണേ. നിങ്ങൾ എത്രയെന്ന് വെച്ചാൽ അങ്ങനെ. ഞാൻ 2 ഇഞ്ചാണ് കൊടുക്കാറുള്ളത്. ഈ സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട് 2 ഇഞ്ച് വേണ്ട, ഞാനൊരു 1 ഇഞ്ചേ കൊടുക്കുള്ളൂ കേട്ടോ. എന്നാലാണ് ആ സ്ലിറ്റ് വൃത്തിയായിട്ട് വരുള്ളൂ. ഇവിടെ നിന്ന് 1 ഇഞ്ചും ഇത് 2 ഇഞ്ചുമാണ്. ആ 2 ഇഞ്ച് കൊടുക്കണു. എന്നിട്ട് ഈ 6.5-യുടെ ഈ പോയിന്റിൽ നിന്ന് ക്യാപ്പ് ഹൈറ്റ് അത് യൂഷ്വലി 3 ഇഞ്ചസും 3.5 നല്ല തടിയുള്ള ആൾക്കാരാണെങ്കിൽ 3.5 വരും, അല്ലെങ്കിൽ 3 ഇഞ്ചൊക്കെ മതിയാവും. അത് നമ്മൾ മെഷർ ചെയ്തെടുക്കുക. അതായത് ക്യാപ്പ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരാളുടെ കൈ ഞാൻ വരയ്ക്കുന്നതിലുള്ള അപാകതകൾ ക്ഷമിക്കുക. ഓക്കെ, ഇതാണ് ഇയാളെ കൈൻ്റെ ഏറ്റവും തടി കൂടുതലുള്ള ഭാഗയ്ക്കു. അപ്പോൾ ഇവിടുത്തെ റൗണ്ട് മെഷർമെൻ്റ് ആണ് എന്ത്? ബൈസെപ്സ്.
ക്യാബ് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഷോൾഡർ തൊട്ട് ഇവിടം വരെയുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ ക്യാബ് ഹൈറ്റ്. ഇത് അളന്നെടുക്കണം എന്നൊന്നുമില്ല. ഞാൻ വരച്ചത് കണ്ടില്ല അല്ലേ? ഇപ്പോൾ ഇതൊരാളുടെ കൈയാണെന്ന് വെച്ചോ, കൈയാണെങ്കിൽ ഈ ഷോൾഡർ തൊട്ട് ഈ ഏറ്റവും കൈൻ്റെ ഏറ്റവും തടി കൂടിയ ഭാഗം വരെ, അതായത് ഈ മസിൽ പോയിൻ്റ് വരെയുള്ള ഈ ഹൈറ്റാണ് ക്യാബ് ഹൈറ്റ്. ഇവിടുത്തെ റൗണ്ട് മെഷർമെൻ്റ് ആണ് ബൈസെപ്സ് മെഷർമെൻ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക മസിൽ റൗണ്ട് എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹൈറ്റാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യണത്. അതൊരു നോർമൽ ആളുകൾക്ക് 3, 3.5, 3.25 ആയിരിക്കും. 3 എടുത്താൽ മതി. ഒരു ആവറേജുള്ള ആൾക്കാർക്ക് 3 എടുത്താൽ മതി. അല്ലെങ്കിൽ പ്ലസ് സൈസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ വെച്ചിട്ട് കൂട്ടിയിട്ട് എടുക്കുക. ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന വെച്ചാൽ എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തയ്ച്ച ഡ്രസ്സ് എന്നാണെങ്കിൽ ഇപ്പോൾ സ്ലീവ് ഉണ്ടാവില്ലേ, തയ്ച്ച ഡ്രസ്സിൻ്റെ സ്ലീവ് ഇപ്പോൾ സെയിം ഇങ്ങനെയാണ് സ്ലീവ്. ഒരു 3/4 സ്ലീവിൻ്റെ ഡ്രസ്സാണെങ്കിൽ ഇങ്ങനെ സ്ലീവ് വരും. അപ്പോൾ ഈ ഭാഗത്തെ റൗണ്ട് മെഷർമെൻ്റ് എടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ക്യാബ് ഹൈറ്റ് കിട്ടും കേട്ടോ. സാധാരണ നമ്മളിങ്ങനെയാണ് പറയുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മളെവിടെ ഇപ്പോൾ വരച്ച് നിർത്തിയത് 6.5 കൈക്കുടിയുടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇതിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 3 ഇഞ്ചിലോട്ട് ഈ കോർണറിൽ നിന്ന് ഒരു ലൈൻ വരച്ചു. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എടുത്തു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ നിങ്ങോട്ട് താത്തിയിട്ടും കൊടുക്കും. എന്നിട്ട് ഇവിടുത്തെ സ്ലീവ് റൗണ്ട് ഇവിടെ എത്രയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്? 5.5 5.5 വന്നു. പിന്നെ ഇവിടെ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ടോ. ഇത് ഫ്രണ്ട് ആം ഹോളാണ്. ബാക്ക് ആം ഹോൾ നമ്മളിങ്ങനെ എടുക്കാം, എന്നിട്ടത് കട്ട് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് സ്ലീവിൻ്റെ കട്ടിങ് വരിക. മെഷർമെൻ്റ് എടുക്കുന്നത് ഇങ്ങനെയാണ്. ഈ ക്യാബ് ഹൈറ്റും ബൈസെപ്സ് റൗണ്ടൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് എന്തിനാന്നുള്ളതൊക്കെ കേട്ടോ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. അതിലേക്കും ബൈ.